ഫാമിലിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒത്തിരി ആളുകളുണ്ടാവും അല്ലേ? ഫാമിലീനെ നോക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഫാമിലീനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം മൊത്തം ഫാമിലിക്ക് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ടാവും അല്ലേ? കുറേ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ടും അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ജീവിതത്തിൽ ഒന്നും ആവാതെയൊക്കെ ഫാമിലിക്ക് വേണ്ടി അങ്ങ് കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ചാവാൻ നടക്കുന്ന ഒത്തിരി ആങ്ങളമാരാവാം, അല്ലെന്നുണ്ടെങ്കിൽ ബ്രദേഴ്സ് ആവാം, അല്ലെന്നുണ്ടെങ്കിൽ ചേട്ടന്മാരാവാം, അല്ലെങ്കിൽ പെങ്ങന്മാരാവാം അല്ലേ? അങ്ങനെ ഒത്തിരി ജീവിതത്തിൻ്റെ പല മേഖലകളിലുള്ള ആളുകൾ ഫാമിലിക്ക് വേണ്ടി ഒത്തിരി ഡെഡിക്കേറ്റ് ആയിട്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. അവരുടെ ഒരു തിങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഫാമിലിയെ കുറിച്ചായിരിക്കും. എങ്ങനെ ഫാമിലിനെ മുന്നോട്ട് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഫാമിലിയിൽ എങ്ങനെ ഒരു ഫിനാൻഷ്യലി സെറ്റിൽ ആക്കി കൊടുക്കാം, അല്ലെങ്കിൽ പെങ്ങന്മാരെങ്ങനെ കെട്ടിച്ചു വിടാം, അല്ലെന്നുണ്ടെങ്കിൽ ബ്രദേഴ്സിന് എങ്ങനെ എഡ്യൂക്കേഷൻ കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സിസ്റ്റർമാർക്ക് എങ്ങനെ എഡ്യൂക്കേഷൻ കൊടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു വീടുണ്ടാക്കാം, അല്ലെങ്കിൽ കുറച്ച് സ്ഥലം മേടിക്കാം. അങ്ങനെ കുറേ ഉത്തരവാദിത്തങ്ങളായിട്ട് നടക്കുന്ന ഉത്തരവാദിത്തക്കാർ ഒത്തിരി പേരുണ്ടാവും അല്ലേ? ജീവിതത്തിൽ പല മേഖലകളിലും നമ്മൾ കണ്ടുമുട്ടുന്ന കുറേ ആൾക്കാരാണ്. ഒത്തിരി വേദനകൾ അവരുടെ മനസ്സിലുണ്ടാവും, അല്ലെങ്കിൽ ഒത്തിരി ആകുലതകൾ അവരുടെ മനസ്സിലുണ്ടാവും. ബട്ട് പുറമെ ഒന്നും കാണിക്കാതെ അവർക്ക് വേണ്ടി സ്വന്തം ഒരു ബ്രെത്ത് പോലും എടുക്കാൻ പറ്റാത്ത അത്രയും അലഞ്ഞു നടന്ന് കഷ്ടപ്പെട്ട് ഫാമിലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ഒത്തിരി ചേട്ടന്മാരും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് അല്ലേ? ജീവിതത്തിൻ്റെ പല നിമിഷങ്ങളിലും ഓരോ സമയങ്ങളിലൊക്കെ ഒറ്റപ്പെട്ടു പോകാറ്, അല്ലാന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിലൊക്കെ അവർ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് പേഴ്സണലായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ വരും. പക്ഷെ ഒരുപക്ഷെ അവരൊന്നും അത് മറ്റുള്ളവരെ അറിയിക്കാതെ, അല്ലെങ്കിൽ മനസ്സിലെ ഉള്ളിൽ കീപ്പ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സന്തോഷം ഉള്ളിൽ നടിച്ചുകൊണ്ടൊക്കെ ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ? ഒരുപക്ഷെ അവർ ഒത്തിരി നല്ല ഹൃദയമുള്ളവരാണല്ലേ? അങ്ങനെയുള്ള ആളുകൾ ഒത്തിരി നല്ല ഹൃദയമുള്ളവരും സ്നേഹിക്കാൻ ഒത്തിരി അറിയാവുന്നവരും, അല്ലെങ്കിൽ ഫാമിലി ബോണ്ടിങ്ങിൽ ഒത്തിരി വാല്യൂ കൊടുക്കുന്നവരൊക്കെ ആയിരിക്കും അവർ. കുറേ ചില സാഹചര്യങ്ങളൊക്കെ അങ്ങ് ഒറ്റപ്പെട്ടു പോയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ലാതെ, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് കെയർ ചെയ്യാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥയിലൊക്കെ നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട് പലരും അല്ലേ? അങ്ങനെ ഫാമിലിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെടുന്ന ഒത്തിരി ആളുകളെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസം നമ്മൾ കണ്ടുമുട്ടുന്നവരാണ്. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റോറി കേൾക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞൊക്കെ നമ്മൾ അറിയുന്ന ഒത്തിരി ആളുകളുണ്ടല്ലേ? ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് അങ്ങനെ, ഈശോയ്ക്ക് മാതാവിനൊക്കെ ഒത്തിരി ഇഷ്ടം അങ്ങനെയുള്ള കഷ്ടപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന ആളുകൾ ഒത്തിരി ഇഷ്ടമാണ്. കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ജനജീവിതത്തിലൂടെ കടന്നു വന്ന് അവർ ജീവിതത്തിൻ്റെ ഒരു മേഖലയിൽ എത്തി നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പം കുറേ ഹാപ്പിനെസ് ആയിട്ടുള്ള മൊമെൻ്റ് അവരുടെ മനസ്സിലേക്ക് വരും. ഒരുപക്ഷെ ഫാമിലിനെ ഉയർത്തിക്കൊണ്ടുവന്നതിലായിരിക്കാം, അല്ലെങ്കിൽ പെങ്ങന്മാരുടെ കാര്യം നോക്കിയതിലായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സ്, അല്ലെന്നുണ്ടെങ്കിൽ അനിയൻ, ചേട്ടൻ, അങ്ങനെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കിയതിൽ ഒരു ആത്മസംതൃപ്തി ആ രീതിയിൽ കിട്ടുന്നവരായിരിക്കാം അല്ലേ? ഭയങ്കര ഒത്തിരി ഒത്തിരി ഹൃദയ വിശാലതയുള്ള ആളുകളാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം, അങ്ങനെയുള്ള ആളുകളെ കണ്ടുമുട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഡിഫിക്കൽറ്റി ഉള്ളൊരു കാര്യമാണ് ആക്ച്വലി. സോ ഇപ്പോൾ എല്ലാവരും നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്നവർ, അല്ലെങ്കിൽ എവിടെ നമുക്ക് പൈസ കിട്ടും അങ്ങോട്ട് ചായവുള്ളവരൊക്കെയാണ് കൂടുതൽ. ഇപ്പം ഫാമിലീനെ അത്ര കെയർ ചെയ്യാത്ത ഒരു സ്റ്റൈൽ ഓഫ് ജീവിതമൊക്കെയാണ് ഇപ്പം നമുക്ക് കാണാൻ കിട്ടുന്നത്. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല, ഒരു 90% എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് അല്ലേ? ഫാമിലി കമ്മിറ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ബോണ്ടിങ്ങിനൊന്നും അത്രയും വലിയ വാല്യൊന്നും കൊടുക്കാത്ത ആളുകളാണ് നമ്മുടെ അടുത്ത് കാണുന്നത് മോസ്റ്റ്ലി. പക്ഷേ ഒരു ചെറിയ ശതമാനം ആൾക്കാർ ഓഫ് കോഴ്സ് അവർക്ക് വേണ്ടിയിട്ട് ജീവിതം കളയുന്നവരും, അല്ലെങ്കിൽ ജീവിതം ഒഴിഞ്ഞു വെച്ചവരൊക്കെ ഒത്തിരി പേരുണ്ട്. ഒരുപക്ഷെ അവർക്ക് വലിയ ലൈഫൊന്നും കിട്ടണം എന്നില്ല. ഫാമിലിയുടെ കാര്യങ്ങൾ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്ത് തീർത്ത് കഴിയുമ്പം വലിയ കാര്യമായിട്ട് അവർക്ക് ലൈഫോ അല്ലെങ്കിൽ അവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാവണമെന്നില്ല. പക്ഷെ അവർ ചെയ്ത ആ ഒരു മഹത്തായ പ്രവൃത്തിയിലൂടെയും, അല്ലെങ്കിൽ അവർ ചെയ്തതായിട്ടുള്ള സമ്പന്നമായിട്ടുള്ള പ്രവൃത്തികളിലെയും പലർക്കും ജീവിതം പച്ചപിടിച്ചവരുണ്ടാവാം, അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഒരു നല്ല രീതിയിൽ എത്തിയവരുണ്ടാവാം അല്ലെ? ചില സമയങ്ങളിലൊക്കെ അങ്ങനെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചവരെ, അല്ലെങ്കിൽ ഇങ്ങനെ നല്ല മനസ്സിന് വിശാലതയൊക്കെയുള്ള ആൾക്കാർ ഒരുപക്ഷെ ആരും തിരിഞ്ഞു നോക്കിയെന്ന് വരത്തില്ല, ഒരുപക്ഷെ ആരും കണ്ടെന്ന് വരില്ല, ഒരുപക്ഷെ ആരും നോക്കിയെന്ന് വരത്തില്ല അല്ലേ? അത് ചില സമയങ്ങളിലൊക്കെ എല്ലാവർക്കും സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതല്ലേ? അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത്. പക്ഷെ എന്താണ്, നമ്മൾ ചെയ്തൊരു വലിയൊരു കാര്യമാണല്ലേ നമ്മൾ ആ ഒരു ഫാമിലിനെ ഉയർത്തിക്കൊണ്ട് വരാനും, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള സിബ്ലിങ്സിനെയൊക്കെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതം മറന്നുകൊണ്ട് പല സമയങ്ങളിലും നമ്മൾ ചെയ്ത് നന്നായിട്ട് കൊണ്ടു നടന്ന ഒരു ടൈമുണ്ട് അല്ലേ? പക്ഷേ ഈശോയുടെ സ്നേഹം ഒത്തിരി ഉള്ളവർ, അങ്ങനെയുള്ള ആൾക്കാർ, അവരങ്ങനെ ദൈവത്തിൻ്റെ കൈവെള്ളയിൽ, അല്ലെങ്കിൽ മാതാവിൻ്റെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഫാമിലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒത്തിരി ജനങ്ങളുണ്ടല്ലോ, ഒത്തിരി ആളുകളുണ്ട് ലോകത്തിൻ്റെ പല കൺട്രീസിലാണെങ്കിലും,
പല ഏരിയസിലും അവർക്കൊരു പക്ഷേ വീട്ടിൽ കറക്റ്റ് സമയം എത്താനോ ഒരു ആഘോഷങ്ങളിൽ പങ്കെടുക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നല്ല കാര്യത്തിന് ഒന്നും പോകാൻ പറ്റിയെന്ന് വരത്തില്ല, അല്ലെങ്കിൽ അവർക്ക് പങ്കുചേരാൻ പറ്റിയെന്ന് വരത്തില്ല. പല ഇടങ്ങളിലും ഒരു പക്ഷേ അവർ ഒറ്റപ്പെട്ടു പോയേക്കാം. എന്തുകൊണ്ട് പിന്നെ ഒരുപക്ഷെ അവർ കല്യാണം കഴിക്കാത്തവരായിരിക്കാം. ലൈക്ക് ഇപ്പോൾ അവർ ഫാമിലിയുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് കല്യാണം കഴിക്കാതെയൊക്കെ ഒത്തിരി മാനസികമായിട്ട് ലൈക്ക് തളർന്നിരിക്കുന്നവരാകാം ഒരു പക്ഷേ അത് അത്രയും രീതിയിൽ ഫേസിൽ കാണിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കാണിക്കുകയോ ചെയ്യാറില്ല. എപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ ഒത്തിരി ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന അങ്ങനെ ഒത്തിരി നല്ല ആളുകൾ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. പലയിടങ്ങളിൽ അവർക്ക് അവഗണനകൾ അല്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കപ്പെടലുകൾ, മാറ്റി നിർത്തലുകൾ ഒക്കെ നമുക്ക് സംഭവിക്കാം, അല്ലെങ്കിൽ സംഭവിച്ചിട്ടുണ്ടാവാം അല്ലേ അങ്ങനെയുള്ള ഉത്തരവാദിത്തക്കാർക്ക്. ഒരുപക്ഷെ പ്രായം കഴിഞ്ഞു പോകേണ്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു പോയി കഴിയുമ്പം മനസ്സുകൊണ്ട് നമ്മൾ മടുത്തിട്ടുണ്ടാവാം. അങ്ങനെ പല രീതിയിലും നമ്മൾ മാറി മാറി നിൽക്കുന്നവരായിരിക്കാം. പക്ഷെ ചില കുറ്റപ്പെടുത്തലുകളും മാറ്റി നിർത്തലുകളും നമ്മൾ കാണുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുമ്പോൾ ഒത്തിരി നമ്മളങ്ങ് ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയം പൊട്ടിപ്പോകുന്നൊരവസ്ഥ നമുക്ക് പലർക്കും സംഭവിച്ചിട്ടുണ്ടാവും അല്ലേ. പക്ഷേ എല്ലാവരും ഒന്ന് ഓർക്കണം, നമ്മൾ വലിയ ആൾക്കാരാണ്, നമ്മൾ ഒത്തിരി വലിയ മനസ്സ് ഉള്ളവരാണ്. ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ദൈവം നിങ്ങളെ കാത്തോളും, ദൈവം നിങ്ങളെ സംരക്ഷിച്ചോളും, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ നിങ്ങൾ ദൈവത്തിൻ്റെ കൈവെള്ളയിൽ വെച്ച് സംരക്ഷിച്ചോളും കേട്ടോ. ഒന്നും കൊണ്ടും പേടിക്കേണ്ട. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ടവരോ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ടവരോ അല്ലെന്നുണ്ടെങ്കിൽ ഫാമിലിയിൽ ഇമ്പോർട്ടൻസ് കിട്ടാത്തവരൊക്കെ ഉണ്ടാവും. ഫാമിലിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് ഒന്നും അങ്ങനെ കിട്ടാത്തവരൊക്കെ ഉണ്ടാവും അല്ലേ. അങ്ങനെയുള്ളവരൊന്നും വിഷമിക്കരുത്. അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു ലൈഫ് ഈശോ തരും, അല്ലെങ്കിൽ മാതാവ് തരും എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. എന്തെങ്കിലും ബലഹീനതകളോ എന്തെങ്കിലും ലൈക്ക് നമ്മൾക്ക് വിഷമമൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുള്ള ഒന്നും പേടിക്കേണ്ട. ഈശോയോട് പ്രാർത്ഥിച്ചാൽ മതി, അല്ലെങ്കിൽ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി. നമ്മുടെ ജീവിതം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കുമ്പോഴാണ് നമ്മൾക്ക് ഏറ്റവും നമ്മൾ എന്നുള്ള വ്യക്തി ഏറ്റവും വലുതാവുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വെച്ചാൽ ലൈക്ക് അത് വലിയൊരു കാര്യമാണല്ലേ. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം പങ്കിട്ട് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ടൈം ചിലവഴിക്കുക, സമയം ചിലവഴിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് സ്നേഹം പങ്കിട്ട് കൊടുക്കുക. അതൊക്കെ ഭയങ്കര ഒരു ഫീല് തരുന്ന ഒരു കാര്യമാണല്ലോ. ഒരു പക്ഷേ നമ്മുടെ കൂടെ നിൽക്കുന്ന സിബ്ലിങ്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ പിറപ്പുകളാവാം ഒക്കെ. ഒരു പക്ഷേ ഇതൊന്നും നമ്മൾ ഒരു കാലം കഴിയുമ്പോൾ നമ്മളെ ഓർക്കണം എന്നില്ല ഇതിനെക്കുറിച്ചൊന്നും, അല്ലെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ വക വെക്കണം എന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അവർ സ്നേഹം തരണം എന്നില്ല. ഒരു കോൾ കൊണ്ടോ ഒരു മെസ്സേജ് കൊണ്ടോ ഒന്നും നമ്മുടെ അടുത്ത് വരണം എന്നില്ല. അങ്ങനെയൊന്നും വന്നില്ലെങ്കിലും കുഴപ്പമില്ല അല്ലേ. നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ സന്തോഷിക്കാൻ പഠിക്കുക. നമ്മൾ മാത്രമേ നമുക്കുള്ളൂ എന്ന് നമ്മളങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നവുമില്ല. അങ്ങനെ വന്ന് നമ്മൾക്ക് ശരിയല്ല, അത് ശരിക്കും പറഞ്ഞാൽ അത് ശരി തന്നെയാണല്ലേ. നമ്മൾ കുറേ ഒരു ടൈം ലൈഫിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂടെ കാണുന്നവരാരും നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നില്ല അല്ലേ. നമ്മളെല്ലാവരും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിൽ തന്നെയാണ്. ഓഫ് കോഴ്സ് ആ ഒരു റിയലൈസേഷനാണ് ലൈഫിൽ ഏറ്റവും നല്ലതായിട്ട് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ നമ്മുടെ കയ്യിൽ പൈസയോ അല്ലെന്നുണ്ടെങ്കിൽ ഒത്തിരി പണമോ അല്ലെങ്കിൽ ഒത്തിരി ഇതൊക്കെയുള്ള സമയത്ത് നമ്മുടെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ടാവും, ഇല്ലാത്ത സമയത്ത് ആരും നമ്മുടെ കൂടെ കാണത്തില്ല അല്ലേ. അതുപോലെ നമ്മൾ എല്ലാവരും ഇപ്പോൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിലും കുറേ ലൈഫിൻ്റെ സ്റ്റേജ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ്. അങ്ങനെ ഉത്തരവാദിത്തക്കാരായിട്ട് നടക്കുന്ന ഒത്തിരി നല്ല ഹൃദയമുള്ള ആൾക്കാരുണ്ട് അല്ലേ. ഒത്തിരി സ്നേഹമുള്ള ആളുകളുണ്ട്. അവരുടെ ആ ഹൃദയവിശാലത എല്ലാവർക്കും കാണാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ കഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു ടോപ്പിക്ക് പറയാൻ എന്നെക്കൊണ്ട് പ്രേരിപ്പിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സിറ്റുവേഷൻസിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകാറുണ്ട്. സോ പലരുടെയും ഒരുപക്ഷെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നുള്ള അനുഭവങ്ങളാവാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വായിച്ചതിൽ നിന്നാവാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഒരു ചിന്തയാവാം, എന്തോ ആയിക്കോട്ടെ. സോ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ലൈഫ് കിട്ടട്ടെ. ആത്മാർത്ഥമായിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനത്തെ നല്ലൊരു ചിന്തയോടെ ആവട്ടെ ഇന്നത്തെ തുടക്കം കേട്ടോ. താങ്ക് യു.